90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ഹൃദയ സംഗീതത്തിന്റെ നവവസന്തം വിരിയിച്ച കുട്ടിപ്പാട്ടിന്റെ വിസ്മയ വിരുന്നിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പാട്ടിന്റെ പൂരത്തിന് നിറവേകിയ കുഞ്ഞുനാഥം ആലപ്പുഴയിൽ നിന്നും വൈഗക്കുട്ടി. വെൽക്കം വൈഗാലക്ഷ്മി ഓൺ സ്റ്റേജ്. വെള്ളിൽ പറവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം, പോകാം പോകാം വാ. കഴിഞ്ഞ തവണ എന്താണ് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ആയിട്ടുള്ള പാട്ട് പാടി ഗോൾഡൻ ടൗൺ ആയിരുന്നു. ഓ എനിക്ക് വയ്യ. ഇത്തവണ അങ്ങനെ വല്ലതും ആണോ? ഫേവറേറ്റ് മെലഡിയാ. മെലഡി ഏത് പാട്ട്? രാഗേന്ദു കിരണങ്ങൾ ഒളിവീശി. ഓ രാഗേന്ദു കിരണം. വെരി ഗുഡ്. പിന്നെ കുട്ടനാട് മീൻകറിയൊന്നും കിട്ടിയില്ല ഇതുവരെ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിൽ പോകുമ്പോഴത്തേക്കും മീൻകറി എല്ലാവർക്കും തരും. ഉറപ്പാണല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വൈക എന്തോ നല്ലൊരു പാട്ടാണിത്, കാരണം വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാൻ. മോക്ക് എക്സ്പ്രഷൻസ് വളരെ നന്നായിട്ട് വരുന്നുണ്ട്. കുറേ സ്ഥലങ്ങളിൽ നിദ്രാവിഹീനങ്ങളല്ലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എക്സ്പ്രഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട്. സംഗതികളുടെയാണ് ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. 2 സ്ഥലത്താണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ടോട്ടലി നോക്കുമ്പം നല്ല ചന്തമുണ്ടായിരുന്നു. ബട്ട് ചാർത്തി അവളുടെ രാവുകൾ അത് 2 ഒന്ന് കറക്റ്റാണ്. പാടിക്കേ. രാഗേന്ദു കിരണങ്ങളൊളി വീശില്ല, രജനീ കദംബങ്ങൾ മിഴിച്ചില്ല, മദനോത്സവങ്ങൾക്കു നിറമാല ചാർത്തി. അവിടെ കട്ട് ചെയ്ത് വിട്. നിറമാല ചാർത്തി, നിറമാല ചാർത്തി. അത്ര തന്നെ. അപ്പോഴേ അടുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. നീട്ടിക്കഴിഞ്ഞാൽ അടുത്തെടുക്കാൻ കിട്ടില്ല. അത് അവളുടെ രാവുകൾ എന്നുള്ള കുറേ സംഗതി പാടുന്നുണ്ട്. പ്ലെയിനായിട്ട് പാടുന്ന ഓക്കെ, ആ സംഗതി പാടുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്ലിപ്പായി. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആലംബമില്ലാതെ ആ അനുബലമില്ലേ, നന്നായിരുന്നു, ഗംഭീരമായിട്ട് നല്ല ഫീലും ബാക്കിയുള്ള എല്ലാം. അതിനകത്ത് ലാസ്റ്റ് വരിയുണ്ടല്ലോ, എന്താണ് രാവിൻ നെഞ്ചിൽ കോലം തുള്ളും, അത് പാടിക്കേ. രാവിൻ നെഞ്ചിൽ അടുത്ത അനിയനുള്ള വരി. എത്ര പെട്ടെന്ന് മുഖം മാറി. ആഹാ, എനിക്ക് റോമാഞ്ചം വന്നു ഇത് കേട്ടപ്പോൾ. അത് മനഃപൂർവ്വം പാടിയ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ. അനു വന്ന ദിവസം നോക്കി ഈ പാട്ട് സെലക്ട് കണ്ടു. താങ്ക് യു മോളു. പിന്നെ ശ്രുതി കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു. എന്നാലും മോള് നന്നായിട്ട് പാടിയെന്ന് തന്നെ പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാനൊരു ചോദ്യമുണ്ട് മീനൂട്ടി എടുത്ത്, ഇത് കഴിഞ്ഞിട്ട് വരാം. വൈകമോൾ, എന്തോ അങ്കിളിന് എന്തോ മോള് സാധാരണ വരുമ്പോൾ ഉള്ള ഒരു ഫിനിഷിങ്, ഒരു പോളിഷിങ് ഈ പാട്ട് മോള് പാടിയപ്പോൾ കുറവ് കിട്ടിയത് മാതിരി തോന്നി. അത് എനിക്ക് തോന്നുന്നത് ഈ പാട്ടിന് ഡൈനാമിക്സ് കൂടുതൽ വേണം. കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ഫസ്റ്റ് ലൈൻ വളരെ ലൗഡ്, പിന്നെ മോള് പാടുന്ന ഒരു എയറിയായിട്ട് ഹസ്കി ആയിട്ട് പാടുന്ന ഒരു ലൈനില്ലേ, നിദ്രാവിഹീനങ്ങൾ, അവിടെ തൊട്ടിട്ട് അവിടെയാണ് ശരിക്കും ഈ ഡ്രോപ്പ് വരേണ്ടത്. ആ ഡ്രോപ്പ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ രാവുകൾ എന്ന് പറയുന്നതിന് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കിട്ടണം. അതാണ് പടത്തിന്റെ പേര്, അതാണ് തീം. അതിനിങ്ങനെ പുറത്ത് ഇങ്ങനെ എടുത്ത് ഗ്ലോ ചെയ്ത് കേൾപ്പിക്കണം. മോളൊന്ന് ഫസ്റ്റ് ലൈൻ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇപ്പൊ പാടിയ നിദ്ര തന്നെ ഇതേ ഏറിയായിട്ട് പാടും. രാഗേന്ദു കിരണങ്ങളൊളി വീശില്ല, രജനീ കദംബങ്ങൾ മിഴിച്ചില്ല, മദനോത്സവങ്ങൾക്കു നിറമാല ചാർത്തി, മനവും തനുവും മരുഭൂമിയായി, ഇനി സോഫ്റ്റ്. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. അവളുടെ രാവുകൾ പാടുമ്പോൾ മോൾ ഒന്ന് കുറച്ചും കൂടി പ്ലസന്റ് ആയിട്ട് പാടിയേ. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ, എന്നും അവളുടെ രാവുകൾ. ഇപ്പൊ കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. എക്സ്ട്രീംസ് മോള് കുറച്ച് കൂട്ടുക. അതായത് സോഫ്റ്റ് ആവേണ്ടത് ഇനിയും സോഫ്റ്റ് ആക്കുക, ലൗഡ് ആവേണ്ടത് ഇനിയും ലൗഡ് ആക്കുക. അപ്പോഴാണ് ഈ പറഞ്ഞ ഡൈനാമിക്സ് ഫീൽ ചെയ്യുക. കാര്യമായിട്ടുള്ളൊരു വേറെ ഡാമേജസ് തോന്നിയിട്ടില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എനിക്ക് ലക്ഷ്മിയുടെ വോയിസ് അതൊരു മാജിക്കൽ വോയിസ് ആണ് കേട്ടോ. ലക്ഷ്മി അതിൽ കുറച്ച് ശ്രുതി ഇവിടെ എവിടെ ഇരുന്നാലും ആ മാജിക്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ചില എക്സ്പ്രഷൻസ് വളരെ ഈ നിറമാല ചാർത്തിയല്ലേ, അത് ആദ്യം പാടിയപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. ആ ലാസ്റ്റ് സംഗതി ഇപ്പോൾ കറക്റ്റ് ചെയ്തപ്പോൾ എല്ലാം ബെറ്ററായി വന്നു. എക്സ്പ്രസീവായിട്ട് പാടണം, പക്ഷെ നമ്മുടെ ശ്രുതിൻ്റെ കൺട്രോൾ വരണം. സംഗതികൾ കുറച്ചുകൂടി ഒന്ന് പാടി പ്രാക്ടീസ് ചെയ്താൽ പെർഫെക്റ്റ് ആക്കാം. ഞാൻ ഫ്ലാറ്റ് ആയി വോയിസ് കേട്ടിട്ട്, പക്ഷെ പെർഫെക്ഷൻ കൊണ്ടുവരാം തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ് മോൾ. താങ്ക് യു. മോളെ വൈഗാലക്ഷ്മി, എന്തോ 1978 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് IVCCയുടെ ഏറ്റവും ധീരമായ ഒരു സിനിമയെന്ന് പറയും. കാര്യം ബാക്കിയുള്ള ഡയറക്ടേഴ്സോ അങ്ങനെ ആരും തന്നെ എടുക്കാൻ പേടിക്കുന്ന ഒരു കഥ, ഒരു അത്രയ്ക്ക് സോഷ്യൽ റിലവൻസ് ഉള്ള എന്നാൽ പച്ചയായ കഥ പറയുന്ന ഒരു സിനിമയാണത്. അപ്പോൾ ഈ പാട്ട് മോള് പാടുമ്പം ഈ അവളുടെ രാവുകൾ കണ്ടിട്ടുള്ള ആരും അവിടെ നിൽക്കും. ഭയങ്കരമായിട്ട് വിഷമം തട്ടുന്ന ഒരു പാട്ടും ഒരു സിനിമയുമാണ്.
ഈ പാട്ടിനകത്തെ വരികളിൽ തന്നെ അതിനകത്ത് നായിക രാജി എന്നുള്ളതാണ് നായികയുടെ പേര്. സീമ ചേച്ചിയുടെ അതിഗംഭീരമായ പെർഫോമൻസ് ആണ്. ഒരുപക്ഷെ നായികയായിട്ട് ആദ്യം വന്ന സിനിമയും അത് തന്നെ ആയിരിക്കും. അപ്പോൾ ആ വരികളിലുണ്ട് ആലംബമില്ലാത്ത നാളിൽ അവൾ പോലും അറിയാത്ത നേരം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ചെറുപ്പത്തിലെ അച്ഛനമ്മയും മരിച്ച ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ. കുടുംബം പോറ്റാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ആ പ്രായത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ട ക്ലേശങ്ങൾ, അതിനകത്ത് ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്കിളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ സോമേട്ടൻ ഒരു ടീച്ചറാണ്. ഈ അനിയനുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. സോമേട്ടൻ്റെ റൂമിൽ എപ്പോഴും അനിയൻ മാസ്റ്റർ രഘുവാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യും. ഭയങ്കര ഫ്രണ്ട്സാണ്. ഒരു ദിവസം ആ സാറിൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എപ്പോഴും വരുന്നത് ഈ പയ്യനാണ്, അപ്പോൾ ഇവനായിരിക്കും എടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നിട്ട് ഇവൻ കരഞ്ഞു പറയും, ഞാനല്ല സാറേ, ഞാൻ സാറിൻ്റെ വാച്ച് എടുക്കില്ല, ഞാൻ മോഷ്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇയാൾക്ക് വേറെ ആരും വന്നിട്ടില്ല. അപ്പം കൊണ്ടുപോയി പോലീസുകാർ ഒരുപാട് ചോദ്യം ചെയ്ത് ഒരുപാട് മർദ്ദിച്ചതിന് ശേഷം ആ കുട്ടി മരിക്കുക. പിന്നീട് വേറൊരു കള്ളനെ പിടിക്കുമ്പം അയാളാണ് എടുത്തതെന്ന് തെളിയും. അതോടെ സോമേട്ടൻ തകർന്നു. എന്നിട്ട് അദ്ദേഹം അതിന് പ്രായശ്ചിത്തമായിട്ട് കുറേ പൈസ കൊണ്ടുവന്നു ഈ സീമ ചേച്ചിയുടെ കൊടുക്കും. ശരിക്കും പൈസയ്ക്ക് വേണ്ടിയാണ് അവളിത് ജീവിക്കുന്നത് തന്നെ. എൻ്റെ അനിയൻ്റെ ജീവൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ, കൊണ്ടുപോടോ തൻ്റെ പൈസ എന്ന് പറയുന്ന ആ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ഈ ഗാനമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ആ സിനിമയെ അങ്കിളിന് മാത്രമല്ല ആ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും ഓർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ് മോൾ. വൈഗമോൾ, എന്തോ മോളുടെ പാട്ടിന് ജഡ്ജസ് പാനലിൽ നിന്ന് മോൾക്ക് നൽകുന്നു 8 wow. താങ്ക് യു സർ. ചോദ്യം വേണ്ടേ? വേണം, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. എല്ലാ മനുഷ്യർക്കും ഓരോ നക്ഷത്രമുണ്ട്. ആ. എന്താ നക്ഷത്രം? തിരുവോണം. എന്നാൽ ഒന്നിൽ കൂടുതൽ നക്ഷത്രമുള്ള ഒരാളുണ്ട്. ആരാ? ചന്ദ്രൻ. എന്താ ചന്ദ്രനുണ്ടല്ലോ, ആകാശം. അല്ല, ആകാശത്തുണ്ട് ഒന്നിൽ കൂടുതൽ നക്ഷത്രമുണ്ട്. ഇല്ല, ഒന്നിൽ കൂടുതൽ നക്ഷത്രമുള്ള ആൾ. പോലീസിലുള്ള അങ്കിൾമാർക്കില്ലേ? ശരി, അവർക്ക് കുറേ കൊള്ളാം, യു നക്ഷത്രങ്ങളുണ്ട്. തിങ്കിങ് പോലീസുകാർക്ക് ഔട്ട് കുറേ ഓഫ് ദി ബോക്സ് നക്ഷത്രങ്ങളുണ്ട്. തിങ്കിങ് ആണിത്. ശാബാഷ്. ശരി ഉത്തരമാണ്. ഭയങ്കര അടിയൊരു മീനുട്ടി പൂക്കുറ്റി. Congratulations, you are awarded a triple wow. 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 മീനുട്ടിയുടെ വളഞ്ഞ ബുദ്ധിക്ക് ഒരു wow. താങ്ക് യു. അപ്പൊ വൈഗക്കുട്ടിയുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. ഇനി പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറുക. എന്നിട്ട് വൈഗക്കുട്ടിയുടെ QR കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അനുഗ്രഹ സ്വര വിരുന്നിലെ കുഞ്ഞു പാട്ടുകാരി കൊല്ലത്ത് നിന്നും ദിയക്കുട്ടി. വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്, ഞാൻ ഇന്ന് ജോൺസൺ മാഷ് റൗണ്ടിൽ പാടാൻ പോണ പാട്ടാ കുടുംബവിശേഷം എന്ന സിനിമയിലെ കൊല്ലംകോട്ട എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല സാറാണ്. ഇത് പാടിയിരിക്കുന്നതും സുശീലാമ്മയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം, ഞാൻ പോയി പാടിയിട്ട് വരാം. പിന്നിലെ താരകം താഴെ വന്നെന്നോ അന്ന് നീ യെസ് സർ, 3 bags full. 1 for my master, 1 for my എന്താണത്? ലിറ്റിൽ. എടി, നീ മറന്നുപോയോ? ഞാൻ മറന്നുപോയി. ലിറ്റിൽ പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. കുട്ടി ആ റൈം അറിയാവോ? അല്ല അല്ലേ, കുഴപ്പമില്ല, പാട്ട് അറിയാലോ. പിന്നെ ദിയക്കുട്ടി ഇപ്പൊ പാടാൻ പോണ പാട്ട് തന്നെ നമുക്ക് അറിയാമെന്ന് ചോദിച്ചു. അറിയോ? കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാട്ടെങ്കിൽ. കൊല്ലത്തെ MLA ഇരിക്കുന്നു. ചോദിക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. എനിക്ക് ഒരു ഐസ്ക്രീം വേണം. ഒരു ഐസ്ക്രീമാണോ ചോദിക്കുന്നത്? ഒരെണ്ണം മതി. ഏതാ വേണ്ടതെന്ന് പറ, നല്ല വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബ്ലൂബെറി. ബ്ലൂബെറി. ബ്ലൂബെറിയോ? വെരി റെയർ ആണ്. കൊല്ലത്ത് കിട്ടുവോ ബ്ലൂബെറി? കൊല്ലത്ത് ചിലപ്പോ കിട്ടുമോന്നറിയാൻ പയ്യ. കൊല്ലത്ത് കിട്ടുമെന്നറിയാം. പിന്നെ മോൾ എവിടുന്നാ കഴിച്ചത്? ഞാൻ ബ്ലൂബെറി ഇതുവരെ തിന്നിട്ടും ഇല്ല, കണ്ടിട്ടും ഇല്ല. ഒരെണ്ണം ചോദിച്ചപ്പോ അങ്ങ് പറഞ്ഞു. കൊല്ലത്തിന്റെ മാഹാത്മ്യം തന്നെ.
ഇന്നത്തെ പാട്ടിന്റെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പഠിക്കുന്ന സമയത്ത്? ആ. എന്താണ് ആ രീതി? തുറന്നു പാടും. തുറന്നു പാടും. അപ്പൊ നമുക്ക് കേൾക്കാം. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിലി കൊതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിലി കൊതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. ആയിരം കാവിലെ അവരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനു കൊണ്ടുവാ പൈങ്കിളി. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിളി കൊതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. ആയിരം കാവിലെ അവരം പൂവിനെ ആട്ടിയുറക്കാനു ഞാൻ കൊണ്ടുവാ പൈങ്കിളി. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിളി കൊതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. പിച്ചകച്ചോട്ടിൽ പിച്ച വെച്ചും മച്ചകക്കൂട്ടിൽ മുട്ടിഴച്ചും കാൽ വളരെ അക്ഷരപ്പാട്ടിലാ കുറിച്ചും മക്കങ്ങൾ പൂത്ത പൂ പറിച്ചും കൈ വളരെ. പിച്ചകച്ചോട്ടിൽ പിച്ച വെച്ചും മച്ചകക്കൂട്ടിൽ മുട്ടിഴച്ചും കാൽ വളരെ അക്ഷരപ്പാട്ടിലാ കുറിച്ചും മക്കങ്ങൾ പൂത്ത പൂ പറിച്ചും കൈ വളരെ. പൂകുറുമ്പേ ചെല്ലപ്പണ്ടിടമ്പേ എന്നും ഈ കൊതുമ്പ് തോണിയൊന്നും പൂനയമ്പു നീ. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിലി കൊതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. അവിലേ അവരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനും കൊണ്ടുവാ പൈങ്കിളി. ഇത്തിരി കൊണ്ടു മൊത്തിരികൾ കൊത്തിയിടുന്ന കിക്കിളികൾ ചക്കിളികൾ കത്തിയ മന്ന ചാമ്പലിലും പൊട്ടിവിടന്ന പൂങ്കിളികൾ മൺകിളികൾ. ഇത്തിരി കൊണ്ടു മൊത്തിരികൾ കൊത്തിയിടുന്ന കിക്കിളികൾ ചക്കിളികൾ കത്തിയ മന്ന ചാമ്പലിലും പൊട്ടിവിടന്ന പൂങ്കിളികൾ മൺകിളികൾ. കൊച്ചുമോഹം കൊണ്ടു മറ്റുമേയും നമ്മൾ കണ്ണുനീർ കണം മെനഞ്ഞ പുഞ്ചിരിക്കുടം. കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിലി കൊതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. ആയിരം കാവിലെ അവരം പൂവിനെ ആട്ടിയുറക്കാനു ഞാനും കൊണ്ടുവാ പൈങ്കിളി. കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിലി കൊതാമൂരിപ്പാട്ടും പാടി വായോ ഈ വഴി. വെച്ച് കലക്കിയല്ലോ. എന്തായത് ഏറ്റവും ഞാൻ ഒരു വലിയ കൈഡി ആയിരുന്നത് ശബ്ദം അങ്ങോട്ടങ്ങ് തുറന്നു. അനുപല്ലവിയും ചരണമൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയത് മോക്ക് പല്ലവി മൊത്തം 2.5 പ്രാവശ്യമാണോ അതോ 1.5 പ്രാവശ്യമാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം തോന്നി.
സാരമില്ല, അത് പിന്നെ പഠിച്ചോണ്ടാ മതി കേട്ടോ. ടോട്ടലായിട്ട് വളരെ എന്താണ് ബ്ലൂബെറിയാ എന്ത് ഐസ്ക്രീം? ബ്ലൂബെറി. ഞാനൊരു 10 ഐസ്ക്രീം തരുന്നു. ഇനി അടുത്ത തവണ വരുമ്പോൾ ഇതുപോലെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വരിക. ഓക്കെ, എന്താ കഴിച്ചത്? അതല്ലേ ഞാൻ ആദ്യം ചോദിക്കാത്തത്. ചിലപ്പം പാട്ട് മറന്നുപോയാലോ ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ പാടി കഴിഞ്ഞല്ലോ. എന്ത് കഴിച്ചു? ഞാനൊന്നും കഴിച്ചില്ല. അയ്യോ അയ്യോ, എന്റെ അടുത്ത് അവിടെ ഇരുന്ന് ആരാണ്ട് പറഞ്ഞു, ദേ സൂര്യനാരാണ്. അറിഞ്ഞൂടെ ഈ അങ്കിളിനെ? അങ്കിളല്ല ചേട്ടനാ. ആ, എങ്കിൽ ചേട്ടൻ. ഈ സൂര്യനാരായണൻ പറഞ്ഞ് കാലത്ത് ദേണ്ട ആ ദിയ അവിടെ ഇരുന്നോണ്ട് 4 പെറോട്ടയും ഇത്രയും ബീഫും കൂടെ കഴിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രി കഴിച്ചത്. അപ്പൊ ഞാൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിയമോൾ, എന്താ? ഇന്ന് ആദ്യമായിട്ട് ദിയമോള് ജഡ്ജസ് പറഞ്ഞത് കറക്റ്റായിട്ട് സ്റ്റേജിൽ വന്ന് തുറന്ന് തന്നെ പാടി. ഒരു സ്ഥലത്ത് പോലും കള്ളത്തൊണ്ട വന്നില്ല. അതിന് വലിയൊരു കയ്യടി. ഇതായിരുന്നു ദിയമോൾക്ക് കിട്ടേണ്ടത്. മനസ്സിലായോ? ഇപ്പോഴാണ് ദിയമോൾ ഈ കോമ്പറ്റീഷന്റെ ഒരു ഭാഗമായി വന്നത്. തുടക്കം. ഇപ്പൊ ഇന്നാണ് ദിയമോളുടെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് മുമ്പിൽ വെച്ച് ഞാനും റെഡി മത്സരിക്കാൻ. ദിയമോൾ ഇന്ന് പാടിയപ്പം തുറന്നു പാടിയത് അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു. താളം അങ്കിൾ ഇടക്കിടക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു അല്ലേ? മോളെ താളത്ത് പാട്, കുഴപ്പമില്ല, തുറന്നെങ്കിലും പാടിയല്ലോ. ഇനി നമുക്ക് താളമൊക്കെ ഓരോന്നോരോന്നായിട്ട് പിടിക്കാം കേട്ടോ. മോള് പാടുന്ന സമയത്ത് ആകെയുള്ള ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? മോളുടെ ശ്രദ്ധ വല്ലാതെ പോന്നു. അതാണ് ഇടയ്ക്ക് ലിറിക്സ് മറന്നുപോയില്ലേ? അതെന്താ ആക്ച്വലി പറ്റിയത്? എന്താ അവിടെ ഇവിടെയൊക്കെ എന്താണ് ഈ ഓർക്കുന്നത് പാട്ട് പാടുമ്പം? ഓർഡർ അല്ലേ? എനിക്ക് കൊല്ലത്ത് പോയിട്ട് എന്റെ അനിയനെ കാണണം. ഇപ്പോഴോ? നമുക്ക് ഈ പാട്ട് കഴിഞ്ഞിട്ട് പോരെ? ഫോട്ടോ എങ്കിലും ഒന്ന് സ്ക്രീനിൽ കാണിച്ചാ. അതൊരു കഷ്ടായപ്പോലെ. പിന്നെ ഈ പാട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ് ശരിയാക്കിക്കോളാം. പക്ഷെ അത് എത്തിച്ചു തന്നാൽ ബാക്കി കാര്യങ്ങൾ ശരിയാവണം കേട്ടോ. പിന്നെ ഞാൻ അന്ന് അനിയനെ പറ്റിയായിരുന്നു, ഇന്ന് വേറെ കാര്യം ചിന്തിച്ചു എന്ന് പിന്നെ പറയരുത്. അപ്പം മോള് പാടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പാട്ടിൽ നിന്നും ശ്രദ്ധ പോകരുത്. ഇപ്പം തുറന്നു പാടുന്നത് ഫസ്റ്റ് ക്ലാസ്. ഇനി ശ്രദ്ധ കിട്ടുക ആ ചിരി മറക്കാതെ. എത്ര അങ്കിൾ ഇങ്ങനെ കാണിച്ചു, അങ്കിളുടെ കവളൊക്കെ വേദന എടുത്ത് തുടങ്ങി കാണിച്ചിട്ട്. അപ്പം ഇനി ഇതാ ഈ ചിരി കണ്ട, ഇപ്പം ചിരിക്കുന്ന നല്ല പൊന്നു പോലത്തെ ചിരിയില്ലേ, ഇത് പാട്ടിൽ തരണം കേട്ടോ. പിന്നെ മോള് പാട്ട് പഠിക്കുന്ന സമയത്ത് ഉമ്മച്ചിയുടെ അടുത്ത് പാട്ടിൻ്റെ അർത്ഥം ചോദിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ഇതൊരു ടെക്നീക്കാണ് കേട്ടോ. ഉമ്മയുടെ അടുത്തോ ഗ്രൂമേഴ്സിൻ്റെ അടുത്തോ എന്താണ് ഈ പാട്ടിൻ്റെ അർത്ഥം, അറ്റ്ലീസ്റ്റ് ഫുള്ള് വേണമെന്നില്ല, കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ അറിഞ്ഞിരുന്ന മോൾക്ക് അർത്ഥം മനസ്സിലായ മോൾ കുറച്ചും കൂടി ഇൻവോൾവ് ആവും. ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മൈ ബ്ലൂബെറി. യു ലുക്ക് ലൈക്ക് ബ്ലൂബെറി ഓൺലി. അങ്ങനെയാണ് കാണാനും നല്ല ഭംഗി കേട്ടോ. അപ്പോ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. എനിക്ക് ആ തുറന്നു പാടിയതല്ലേ, എസ്പെഷ്യലി അനുപല്ലവി ചരണമല്ലേ, അസാധ്യമായിരുന്നു. ഒരു കൈയടി, നല്ല കൈയടി തരണം നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാർക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം പല്ലവി പാടിയാലും അവർ വായിക്കും, അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലാതെ അല്ലേ. എത്ര സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഒരു താങ്ക്സ് പറയണ്ടേ? താങ്ക് യു. അയ്യോ താങ്ക് യു ചക്കരേ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ടെമ്പോയുടെ കാര്യം, പിന്നെ ഈ ശ്രദ്ധ, ഫോക്കസ് അല്ലേ, ദീപക് അങ്കിൾ പറഞ്ഞു അല്ലേ. ഈ പാട്ട് കേട്ടപ്പോൾ ഒരു നാടൻ പാട്ട് ഫീൽ അല്ലേ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഓറഞ്ച് ഊട്ടി ഒരുപാട് എനിക്ക് ഓർമ്മ വന്നു. ഓറഞ്ച് ഊട്ടി എപ്പോഴും ഒരു നാടൻ പാട്ട് പാടുമല്ലേ, ഇങ്ങനത്തെ ഒരു ഫീലില്. അത് നമ്മുടെ സൂര്യാവും മാവണിയും ജനിയും നമ്മുടെ ദിയക്കുട്ടിക്ക് വേണ്ടി പാടാം. പാടാമോ? കാതുകുത്താനിപ്പവരും ഇന്ത്യമാവന്മാര് പൊന്നേ, കാതുകുത്താനിപ്പവരും ഇന്ത്യമാവന്മാര് പൊന്നേ. കൈതോര പായ വിരിച്ച് പായേലൊരു വരനെല്ല് പൊരിച്ച്, കാതുകുത്താനിപ്പവരും ഇന്ത്യമാവന്മാര് പൊന്നേ, കാതുകുത്താനിപ്പവരും ഇന്ത്യമാവന്മാര് പൊന്നേ. ഇഷ്ടപ്പെട്ടോ? നന്നായിരുന്നു അല്ലേ? എന്തോ നീ കൂടി ഇടയ്ക്ക് പറഞ്ഞോണ്ടിരുന്നേ? അത് MG സാറ് കളിക്കുന്നുണ്ടായിട്ട് എനിക്ക് ചിരി വരും. സോറി കേട്ടോ, കളിച്ചു പോയത്. ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടതേ, ഈ പാട്ട് കഴിഞ്ഞ് നിർത്തിയ ഉടനെ
മീനുകുട്ടി അവിടെ വന്ന് നിന്നപ്പം ഫസ്റ്റ് നിർത്തിയ ഉടനെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക? മോള് മീനുകുട്ടിയുടെ അടുത്ത് പറഞ്ഞ ഹായ് നല്ല ഉടുപ്പ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല ഉടുപ്പ്. അങ്കിളിന് ഭയങ്കര സന്തോഷമായി. കാര്യം ഇത്രയൊക്കെ അശ്രദ്ധമായിട്ട് പല പാട്ടിലൊക്കെ നിന്നെങ്കിലും അത് തുറന്ന് പാടണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം മനസ്സിനകത്തോട്ട് പോയി. അത് 100% എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിച്ചു. തുറന്ന് പാടി, കള്ളത്തൊണ്ട വന്നില്ല. അങ്ങനെ ചില 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 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്നതും കൂടെ മനസ്സിനകത്തോട്ട് കയറ്റണം. കാര്യം അശ്രദ്ധ. ഇപ്പം ഈ പാട്ടിന് ഇന്നത്തെ ഒരു അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ അനിയനെ കാണണം എന്നുള്ളൊരാഗ്രഹം വന്നു എന്ന് പറഞ്ഞതിനകത്ത് പാട്ടിനെയാണ് ഞാൻ പഠിക്കുന്നത്. കൊല്ലംകോട് എന്ന് പറഞ്ഞപ്പം കൊല്ലം ഓർമ്മ വന്നു. അത് തന്നെ. ആ സമയം തൃശ്ശൂർ കോടെന്നായിരുന്നെങ്കിൽ മോള് പുല്ലുവല പാടിയെന്നെ. കൊല്ലംകോടെന്ന് പറഞ്ഞു കൊല്ലം എന്നൊരു വാക്ക് വന്നപ്പോഴത്തേക്ക് അങ്കിളിനും ഇങ്ങനെ പറ്റാറുണ്ട്. പല സ്ഥലത്ത് നിന്നിട്ട് ആരെങ്കിലും കൊല്ലം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്ന് കൊല്ലത്തെ പറ്റി ആലോചിക്കും. അപ്പോൾ ഈ പാട്ടിലൊക്കെ അടുത്ത പാട്ട് മുതൽ ഗംഭീരമായിട്ട് ശ്രദ്ധിച്ച് പാടണം. 2, ഇതിൻ്റെ മ്യൂസിക് ആരാന്നറിയാമോ? മ്യൂസിക് ജോൺസൺ മാസ്റ്റർ. അപ്പോൾ ജോൺസൺ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായിട്ട് വന്നു. ഒരുപാട് കഷ്ടപ്പെട്ട വലിയ കഴിവുകളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ചെയ്യാത്ത ജോലി, സംഗീതത്തിൽ തന്നെ കമ്പോസർ, പാട്ടുകാരൻ, ഇൻസ്ട്രുമെൻ്റലിസ്റ്റ്, പിന്നെ മ്യൂസിക് ഡയറക്ടർ. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു അങ്ങനല്ല. ഗിറ്റാർ, ഫ്ലൂട്ട്, ഡ്രംസ്, വയലിൻ, അക്കോർഡിൻ, അങ്ങനെ അദ്ദേഹം കൈവെക്കാത്ത വളരെ കുറച്ച് ഇൻസ്ട്രുമെൻസേ ആ കാലത്തുണ്ടായിരുന്നു. 300-ൽ പരം സിനിമകൾ അദ്ദേഹം സംഗീതം ചെയ്തു പിൽക്കാലത്ത്. 2 നാഷണൽ അവാർഡ്, 3 സ്റ്റേറ്റ് അവാർഡ്, പിന്നെ ഒരുപാട് അവാർഡുകൾ. അങ്ങനെ ഒരു അച്ചീവറായിരുന്നു അദ്ദേഹം. ഒരു ദിവസം ഓടുന്ന ട്രെയിനിൽ നിന്ന് താഴെ വീണു. അപ്പോൾ കേരളം ഒന്ന് ഞെട്ടി. ഇത്രയും വലിയ ഒരു സംഗീത സംവിധായകൻ ട്രെയിനിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ടല്ലോ. പക്ഷേ അദ്ദേഹം ആശുപത്രി കിടന്നപ്പം ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അന്ന് രവീന്ദ്രൻ മാഷ് അദ്ദേഹം കണ്ടിട്ട് പറഞ്ഞു, നീ ട്രെയിനിൽ നിന്നല്ല പ്ലെയിനിൽ നിന്ന് വീണാലും ഒന്നും സംഭവിക്കത്തില്ല. കാരണം മലയാളികൾക്ക് നിന്നെ ആവശ്യമുണ്ട്, നിന്റെ സംഗീതം ആവശ്യമുണ്ടെന്ന്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മീനുട്ടി, നമുക്ക് ഫോട്ടോ കാണിക്കാന്ന് പറഞ്ഞില്ലേ? ഫോട്ടോ ആ മെഷീനിലിട്ട് ഞാൻ ലോഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതിനിടെ ഞാൻ ഒരു ചോദ്യം എല്ലാരോടും. കടയിൽ നിന്നും വാങ്ങുമ്പോൾ ഈ പച്ചക്കറിക്ക് ഒരു പേര്, എന്നാൽ പാചകം ചെയ്ത് കഴിയുമ്പോൾ അതേ പേര് തിരിച്ചിടും. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചതാ. മുളക് ബജി, ബജി മുളക്, അങ്ങനെ എന്തോ. എന്താ ബജ്ജി മുളക? എന്ത് മുളക് ബജി? ശരിയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ ബജ്ജി മുളക് ഉണ്ടോ എന്ന് ചോദിക്കും. അത് ഇട്ട് കഴിഞ്ഞ് ഇത് അങ്കിള് തന്നെ 2 വർഷം മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിയായിരുന്നു. ഓക്കെ, അപ്പോ ദിയ മോൾ, ഇനി മോളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഈ പാട്ടിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അനിയനെ വല്ലാതെ ഓർമ്മ വന്നു ഇല്ലേ? അപ്പൊ ഇനി നന്നായിട്ട് പാടാൻ വേണ്ടി അങ്കിള് ഒരു കാര്യം മോൾക്ക് കാണിച്ചു തരാം. മോൾക്ക് ഇപ്പൊ അനിയനെ കാണണ്ടേ? തിരിഞ്ഞു നിന്നേ, അവിടെ നോക്കി. സന്തോഷായോ? ശരി, ഇനി നന്നായിട്ട് പാടണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗ്രേഡ് കേൾക്കാം. ദിയ മോള് സാധാരണ പാടുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പാട്ട് മോള് ഇങ്ങനെയൊന്നും അല്ല ഇത് പാടേണ്ടത്. കള്ളത്തൊണ്ടയിലൊക്കെ ആയിരിക്കും പാടുക. ഇന്ന് ആദ്യമായിട്ട് ജഡ്ജസ് പറഞ്ഞത് മോള് കറക്റ്റായിട്ട് കേട്ട് നല്ല തുറന്ന് പാടിയതുകൊണ്ട് മോളുടെ പ്രായവും നമ്മൾ ജഡ്ജസ് അങ്കിളും ജഡ്ജസ് ആന്റി എല്ലാം അത് കണക്കിലെടുത്ത് മോൾക്ക് ഇന്ന് തരാൻ പോകുന്നത് എന്താണെന്നറിയോ? എ എക്സ്ട്രീം. താങ്ക് യു. അടി ഒരു ബ്ലൂബെറി പൂക്കുറ്റി. ഹാപ്പി? കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. അടിച്ചു കീറി ക്രൗണിന്റെ തൊട്ടടുത്ത് എത്തിയല്ലോ ഇല്ലേ? ഇപ്പൊ മനസ്സിലായോ? സംഭവം മനസ്സിലായോ?
അപ്പൊ നമ്മുടെ ദിയക്കുട്ടിയുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. ഇനി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വോട്ടിങ്ങിനുള്ള സമയമാണ്. ദിയക്കുട്ടി ഇന്ന് നന്നായിട്ട് പാടി, ജഡ്ജസ് എല്ലാവരും പറഞ്ഞ് നമ്മളും കേട്ടതാണ്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വേഗം തന്നെ ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ദിയക്കുട്ടിയുടെ QR കോഡ് ഇവിടെ കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്തിട്ട് ദിയയുടെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും വേഗം വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അടുത്ത പ്രാവശ്യം നമുക്ക് ക്രൗൺ വാങ്ങണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക്, മുല്ലപ്പൂഞ്ചേലച്ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക്. പ്രിയ സംഗീത യാത്രയിലെ മിടുക്കൻ പാട്ടുകാരൻ തിരുവനന്തപുരത്ത് നിന്നും അക്ഷിത്. വെൽക്കം അക്ഷിത്. അക്ഷിത്തെ, എന്തോ മൈക്ക് എന്തിനാ കൊണ്ടുവന്നൊരു ബാറ്റ് കൊണ്ടുവരായിരുന്നു? ഞാനൊരു ബോളും കൂടെ കൊണ്ടുവരാം. ക്രിക്കറ്റ് കളിക്കാം. ഏത് പാട്ട്? ശാരി മേരി രാജേശ്വരി. ഓ, പഴയ സംഭവം. ഇത് പണ്ട് ഒരുപാട് കഥയുണ്ട് ഇതിന്. കാരണം നമ്മുടെ അവിടെ ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, തൈക്കാട്. അവിടെ വെച്ചിട്ടൊക്കെയാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയതും. അതിൻ്റെ എന്താണ് SA സ്വാമി, പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ, രവീന്ദ്ര മാഷിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നിരുന്നാണ് ഇതിനൊരു രൂപം കൊടുത്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. सारी मेरी राजेश्वरी, ओय सारी मेरी राजेश्वरी, നേരു പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ കൊല്ലല്ലേ. സാരി മേരി രാജേശ്വരി, സാരി മേരി രാജേശ്വരി. അട്ടഹസിച്ചു ചിരിച്ചു നിങ്ങൾ. സാരി മേരി രാജേശ്വരി, സാരി മേരി രാജേശ്വരി, സാരി മേരി രാജേശ്വരി. एक दो तीन चार पाँच छः सात आठ नौ 10 11 12
मेरी राजेश्वरी हाय सारी मेरी राजेश्वरी ഇത് 1991 ഗാനമേളക്കാരുടെ ഒരു കിടിലൻ പാട്ടാണ്. എല്ലാ ഗാനമേളയ്ക്കും ഇത് പാടിക്കഴിഞ്ഞാൽ ഭയങ്കര കയ്യടി എന്ന് പറഞ്ഞാൽ അവർക്കിത് വേണം. കാരണം സകല സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് ജസ്റ്റ് ഒരു ഫണ്ണി സോങ് ആണ്. അതായത് ഇപ്പോൾ ഒക്കെ തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. അവൻ എന്നെ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ അവൾ എന്നെ തേച്ചിട്ട് പോയി എന്ന്. ഈ തേപ്പിന്റെ ഒരു പര്യായമായിട്ട് 90 ഉണ്ടായ ഒരു പാട്ടാണ് ഇത്. ഈ തേപ്പിന് പര്യായമായിട്ട്. അപ്പോൾ അതിൻ്റെ ശാരീമേരി ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ മോൻ പാടിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല എനർജറ്റിക് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. ഒരു പക്ഷേ ദീപ് പാടിച്ച വേൽമുരുക ഹരോഹരയ്ക്കും കുറേ സംഗതികളുണ്ട്. അപ്പം നമ്മൾ ഏത് പാട്ട് പാടി കഴിഞ്ഞാലും അടിപൊളി പാട്ട് പാടിയാൽ ആ സംഗതികളും കൂടെ കറക്റ്റായിട്ട് വരണം. പിന്നെ ഈ 18 കഴിഞ്ഞപ്പോൾ 1000 പ്രേമത്തിൻ പുഷ്പങ്ങൾ അവിടെയൊക്കെ കുറച്ചൊക്കെ ഒരു ജെർക്ക് വരുന്നുണ്ട് മോന് പാടുമ്പോഴത്തേക്ക്. അല്ലാതെ എനിക്ക് വേറെ തോന്നിയില്ല. കാരണം ഇത് എന്താണ് പിന്നെ ഏക്ക് ദോത്തീൻ വന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷ് വന്നു അല്ലേ, പല രീതിയിലും ചെയ്ത അവസാനം ശാരി മേരി രാജേശ്വരി. നന്നായിരുന്നു, രസമുണ്ട്. കാരണം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ പുറകോട്ട് പോകാൻ സാധിക്കും. കാരണം എസ്പെഷ്യലി മുകേഷിന് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുറന്നു പറയണം എന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം കാണാതിരിക്കാൻ വഴിയില്ല, കാരണം അങ്ങനത്തെ ഒരു ഏജാണത്. ഓക്കെ, എന്തായാലും നന്നായിട്ട് പാടിയവൻ. എത്ര അടിപൊളി പാട്ട് പാടുകയാണെങ്കിലും നോട്ട്സും സംഗതിയും കറക്റ്റ് ആയിരിക്കണം, അക്ഷര സ്ഫുടതയും വേണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇത് ആക്ച്വലി ഒരു പാട്ടിൽ നല്ല സംഭവമൊക്കെ ഉണ്ടാവണമെങ്കിൽ കൂടെ ഇതൊരു പെർഫോമൻസിന് പറ്റിയ പാട്ടാണ്. അതുകൊണ്ടാണ് ഈ ഗാനമേളക്കാരൊക്കെ ആ കാലഘട്ടത്തിൽ കംപ്ലീറ്റ് എടുത്തത്. ഇതിൽ ശരിക്കും മോൻ ഇപ്പോൾ ഒരു പെർഫോമൻസ് റൗണ്ടും കൂടിയാണ് കിട്ടിയത്. അപ്പം ഇത്തരം കോറിയോഗ്രാഫി കൂടെ ഉള്ള സമയത്ത് മോൻ ഇത് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവാമായിരുന്നു. ഇതിൽ കുറച്ച് കൂടുതൽ എക്സ്പ്രഷൻസും മോൻ അത് എൻജോയ് ചെയ്ത് അതിൻ്റെ അകത്ത് തേച്ചു പോകുന്ന ലൈൻ കുറച്ചൊരു ഡൗൺ ആയിട്ടും ഏക് ദോ തീൻ പാടുന്നതും ആ സംഭവങ്ങളൊക്കെ വരുമ്പം അതിനനുസരിച്ചുള്ള ഇമോഷൻസ് മോനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാട്ട് ഇതിനേക്കാളും എത്രയോ നന്നായിട്ട് ഒരു ഔട്ട്പുട്ട് വന്നേനെ. മോനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ക്ലാസിക്കൽ സോങ് പഠിക്കുന്ന പോലെയാണ് ഇത് പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം മോൻ്റെ മുഖത്ത് ഡെഡ് എക്സ്പ്രഷൻ ആയിരുന്നു. ഈ പാട്ടിന് വേണ്ടുന്ന ഹ്യൂമറോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സങ്കടമോ, ഈ സങ്കടം പോലും ഇത് കോമഡി ആയിട്ടാണ് ഇതിൽ വരുന്നത് അല്ലേ, അത് സങ്കടമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ മോൻ്റെ ഒരു എക്സ്പ്രഷനിലും മോഡുലേഷൻസിലും കിട്ടിയിരുന്നെങ്കിൽ ഈ പാട്ടിൻ്റെ ലൈഫ് ഇതൊക്കെയാണ് ഈ പാട്ടിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം അങ്കിളിൻ്റെ ഒരു പാട്ടുണ്ട്, ആ പാട്ട് ചിരി ചിരിയോ എന്ന് പറഞ്ഞ പാട്ടാണ്. അത് പാടിയിരിക്കുന്നത് ആരാന്നറിയോ? യേശുദാസ് അങ്കിളാണ്. അദ്ദേഹം ഞാൻ കാണുന്ന ദാസ് അങ്കിൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ വളരെ വളരെ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ടെൻഷനാണ്. ഈ ദാസ് അങ്കിൾ ആയിരുന്നില്ല. ചിരി ചിരിയോ അതിൻ്റെ തൊട്ടു തലേന്ന് വന്ന് പകൽ പോവേ എന്നുള്ളൊരു പാട്ട് പാടിപ്പോയി. നെക്സ്റ്റ് ഡേ അടിപൊളി പാട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്നോ. പിറ്റേ ദിവസം രാവിലെ വന്ന് ഈ പാട്ട് പാടുമ്പോൾ ഞാൻ കാണുന്നത് കൺസോൾ റൂമിൽ നിന്ന് ഞാനൊന്ന് എത്തി നോക്കി അകത്ത് ഇദ്ദേഹം പാടുന്നതെന്ന് കാണാൻ എൻ്റെ ആദ്യത്തെ പട മുണ്ടൊക്കെ മാടിക്കുത്തി കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു ദാസങ്കളിനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മനസ്സിൽ വരുന്നൊരു സന്തോഷമായിരുന്നു. ഇപ്പം വേൽമുരുക പാടുന്ന ശ്രീകുട്ടൻ ചേട്ടനാണെങ്കിലും ശ്രീകുട്ടൻ ചേട്ടൻ കണ്ണും പൂട്ടി അത് ആ സിനിമയിലേക്ക് കയറിയിട്ടാണ് പാടുന്നത്. അപ്പം മോൻ ഈ സ്റ്റേജിൽ കിട്ടിയിട്ട് അത് യൂസ് ചെയ്തില്ല. ഇതാണ് അങ്കിൾ പറഞ്ഞു വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം മോൻ ഈ കോസ്റ്റ്യൂംസ് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ മോൻ ഒന്ന് കണ്ണാടി നോക്കി ജസ്റ്റ് ഒന്ന് ആ ഒരു, അപ്പൊ മോൻ അറിയാം എങ്ങനെ ഇരിക്കും ഞാൻ കാണാൻ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലെക്സിബിൾ ആക്കുക ബോഡി. നെക്സ്റ്റ് ടൈം അത് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ഇനി അനുവാട്ടി പറയും. നല്ല എഫേർട്ടായിരുന്നു കേട്ടോ. ഈ പാട്ടിൽ ഇല്ലാത്ത കാര്യമല്ല. ഒരു ക്ലാസിക്കൽ ഉണ്ട്, ഒരു മെലഡി ഉണ്ട്, പിന്നെ കോമഡി ഉണ്ട്, സാഡ് പേത്തോസ് ഉണ്ട്, എല്ലാം ഒരു ഓൾമോസ്റ്റ് നവരസങ്ങളുണ്ട് ഈ പാട്ടിലുണ്ട് കേട്ടോ. അത് ഇത്രത്തോളം അതിന് അവതരിപ്പിക്കണമെങ്കിൽ ഒരു നല്ല കൺട്രോൾ വേണം. അത് മോള് നല്ലോണം ചെയ്തു. വളരെ അറ്റൻഷനിൽ നിന്ന് ഇങ്ങനത്തെ ഏക് ദോ തീൻ പാടിയാ അല്ലെ, നമ്മൾ തന്നെ ആക്ച്വലി പാടി. മോന്റെ എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ മോൻ ഒരു ഇങ്ങനെ ഒരു അറ്റൻഷനിൽ നിന്നതുകൊണ്ട് നമുക്ക് അതിന്റെ അങ്ങനെ ഒരു കിട്ടിയില്ല. അതാണ് പാട്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ആദ്യം ആ ഒരു കറക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ പഞ്ചവാദ്യം അല്ലേ,
അതെന്തുകൊണ്ടെന്ന് അറിയില്ല. പക്ഷെ ഈ 15 കഴിഞ്ഞ അഡോളസൻസിലെ ഒരു പ്രാന്ത് പിടിക്കും. അപ്പൊ അതുകൊണ്ടാണോ അങ്ങനെ പാടിയത്? അല്ല, അല്ല. താളം. മനസ്സിലായി, ഞാൻ ജസ്റ്റ് വെറുതെ കളിയാക്കി. എന്നാലും പിന്നെ മറിച്ചപ്പോൾ ആ ഒരു ചില സ്ഥലങ്ങളിൽ ശ്രുതിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഫാസ്റ്റായിട്ട് വാക്കുകൾ പാടുമ്പോൾ അത് കൺട്രോളോട് പാടാനും ബുദ്ധിമുട്ടാണ്. അതൊരു 90% മോൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഓക്കെ. പിന്നെ മലയാളത്തിൽ അടിപൊളി പാട്ടെങ്കിൽ അത് നമുക്ക് പണി കിട്ടുന്ന ഒരു പാട്ടാണ്. അതൊക്കെ പറയണ്ട ശ്രീയേട്ടൻ. ബിക്കോസ് ഒരുപാട് ഫാസ്റ്റ് സംഗതികൾ, ഒരുപാട് ഫാസ്റ്റ് വാക്ക്. അടിപൊളി പാട്ട് മറ്റ് ലാംഗ്വേജസിൽ കുറച്ച് ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ അയ്യോ ഇത് പണി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടുന്ന പാട്ടാണ് സെലക്ട് ചെയ്തത്. അതിന് ഞാനൊരു സല്യൂട്ട് അടിക്കുന്നു കേട്ടോ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ശ്രീകുട്ടൻ ഞങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. ആ 91 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഗാനമേളക്കാർ ഈ പാട്ടെടുത്ത് ഇത് ഒരു അടിപൊളി പാട്ടായിട്ടാണ് അതിൻ്റെ കാറ്റഗറി. അപ്പോൾ ഇതിൻ്റെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ അമ്പിളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സിനിമയുണ്ട്, ഞാൻ കഥ പറയാൻ വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അങ്കിള് മനസ്സിൽ ഈ അമ്പിളി ഭയങ്കര ആർട്ട് ഫിലിമിൻ്റെ ആളാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജഗദീഷ് വിളിച്ചു പറഞ്ഞു, അമ്പിളി വിളിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു വിളിച്ചിരുന്നടേ, ഇതിനിടയ്ക്ക് നമ്മൾ ഫുൾ ബിസി ആയിട്ട് നിൽക്കുകയാണ്, ഒരു ആർട്ട് ഫിലിം ഒക്കെ ചെയ്യാനുള്ള. ആർട്ടല്ല, ഞാനാണ് എഴുതുന്നത്, അത് ഫുൾ കോമഡിയാണെന്ന്. അപ്പം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ വന്ന് പറഞ്ഞപ്പം നല്ല ഒരു കോമഡി സബ്ജക്റ്റാണ്. ഇതിനകത്ത് ഞാനൊരു ഗായകനായിട്ടാണ്, ഹിറ്റ്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്രയുടെ പ്രധാന ഗായകനാണ്. പക്ഷെ ഗംഭീരമായ പട്ടിണിയാണ്, ഒരു ബുക്കിങ്ങും ഇല്ല, ഒന്നും ഒരു മണ്ണാങ്കട്ടയില്ല. അങ്ങനെ ഒരു വിമൻസ് കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയിട്ട് ഈ പാട്ടാണ് അവിടെ പാടുന്നത്. അപ്പോൾ അവിടുത്തെ വലിയൊരു പണക്കാരൻ്റെ മകൾ ഈ പാട്ട് കേട്ടിട്ട് ഈ ദരിദ്രനായ ഗായകനെ പ്രേമിക്കുന്നതും അതിനകത്തുള്ള പ്രശ്നങ്ങളുമാണ് കഥ. അപ്പം ഞാൻ അമ്പിളി എടുത്ത് പറഞ്ഞു, അമ്പിളി ഈ പാട്ട് നമ്മൾ കേട്ടുടനെ തന്നെ അതിഗംഭീരമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കോളേജ്, വിമൻസ് കോളേജിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ആട്ടിച്ച് പൊളിക്കണം, ഓഡിയൻസും അതും ഇതൊക്കെ വെച്ചിട്ട് ഡാൻസും എല്ലാം വെച്ചിട്ട് അതായിരിക്കണം ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. പിന്നെ കൊള്ളാം, നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് ശ്രീകൃഷ്ണ കോളേജ്, ഗുരുവായൂർ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാട്ട് മാറ്റി മാറ്റി വെക്കുകയാണ്. ഓരോ ദിവസം പറയും മറ്റന്നാൾ ആ പാട്ടാണ് കേട്ടോ. അങ്ങനെ വന്ന് അവസാനം ഈ പാട്ട് മാത്രമായി, ബാക്കിയെല്ലാം എടുക്കാനായി. അപ്പോൾ പറഞ്ഞു, അല്ല ശ്രീകൃഷ്ണ കോളേജിൽ പെർമിഷൻ ഇല്ല. ഞാൻ ചെന്ത് പബ്ലിക് എക്സാമാണ്. ഞാൻ പറഞ്ഞു ഇന്നലെയാണ് തീരുമാനിച്ചത് പബ്ലിക് എക്സാം. ഇപ്പം മെനഞ്ഞാന്ന് അവിടെ വെച്ച് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അല്ല നമ്മൾ പെട്ടെന്നാണ് അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇത്രയും ഡാൻസേഴ്സ് എല്ലാം അവിടെ നിന്നില്ലേ, അത്രയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. കാര്യം അന്നത്തെ സിനിമയുടെ ഒരു പാമ്പിളി കുറ്റം പറയല്ല, അന്നത്തെ സിനിമയുടെ ഒരു അവസ്ഥയാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാം ഇങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു രീതിയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ഈ പാട്ടങ്ങ് ഭയങ്കര ഹിറ്റായി, പടവും അത്യാവശ്യമായിട്ടൊക്കെ ഓടിയൊരു പടമാണ്. ഇതിനകത്ത് ഉള്ള ഒരു പ്രധാന രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പം ഇത് രവീന്ദ്രൻ മാഷ് ആണെങ്കിലും എ.ടി. ഉമർ സംഗീതം ചെയ്തിട്ടുണ്ട്, ജെറി അമൽദേവ് സംഗീതം ചെയ്തിട്ടുണ്ട്, എഴുതിയിരിക്കുന്ന സത്യനന്ദിക്കാട്. അങ്ങനെ ആ സമയത്തുള്ള 6-7 പാട്ടുണ്ട്, എല്ലാം നല്ല ഹിറ്റാണ്. ഓരോ പാട്ടും ഓരോരുത്തരാണ്. അത് അമ്പിളിയുടെ ഓരോ ആൾക്കാരോടുള്ള ഒരു സൗഹൃദം വെച്ചിട്ട് അത് അങ്ങനെയുള്ള ഒരു സംഭവം വന്നു. അപ്പോൾ സോങ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സൂപ്പർ ഹിറ്റായി. മോനാ പിന്നെ ആ ഇംഗ്ലീഷ് ഭാഗം ഒന്ന് പാടി. Can you see that I believe you? Oh, please give me another little time. Duba-duba, adiba-duba-duba, diba-duba-duba-duba-da, diba-diba-duba, diba-diba-duba, diba-duba-duba, diba-duba-duba-duba-da. Are sorry, are meri. ഓക്കെ, കണ്ട് യു സീ മൈ ഡാർലിംഗ് എന്നാണ് ആ വരി, അങ്ങനെയാണോ? Can you see that I believe you? Believed you. Please give another. Okay. Oh, please give me another little chance. Oh, dum dum ba ada ba ba അതാണ് വരേണ്ടത്. കണ്ടല്ലേ? ഇപ്പൊ മോൻ കണ്ടോ, ട്യൂണൊന്നും അല്ലെങ്കിലും ആ എനർജി ക്രിയേറ്റ് ആയത് കണ്ടോ? അതാണ് മോന്റെ അടുത്തുനിന്ന് ഈ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത്. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. എന്തായാലും ഈ പാട്ട് കൊണ്ടുവന്നതിന് ഒരു കയ്യടി നമ്മളുടെ ഒക്കെ വക മോനെ. Thank you, sir. അപ്പോൾ ഗ്രേഡ് കേൾക്കാം അല്ലേ അക്ഷത്? അതെ. മോൻ ഈ പാട്ടിനെ കിട്ടുന്നത് A triple wow. Thank you, sir.
മീനുട്ടി ഓ ഒരു ചോദ്യം. ഓ ആ മീനുട്ടി എങ്ങനെങ്കിലും ഒന്ന് മറ്റേ അടിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇല്ല വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നൃത്ത രൂപം. അയ്യോ എനിക്കറിയാം. അയ്യോ ഇതെനിക്കറിയാം, ഞാൻ ചോദിച്ചത് അത്. ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ്. ഓ ഇത് ഇന്ന് മീനുട്ടിയുടെ ദിവസമാണ്. ഓ പിന്നെ 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 ശരി, ഞാനൊരു ഈസി ആയിട്ടൊന്നും ചോദിക്കാം. എന്തായാലും ഹാട്രിക് അടിക്കാൻ വേണ്ടിയാണ്. ഈ പീകോക്കിന് ആ. ഏറ്റവും ഭംഗി കൊടുക്കുന്നത് മലയാളത്തിലെ ഒരു പാട്ടുകാരിയാണ്. ആരാണ്? അങ്ങോട്ട് നോക്കരുത്. അങ്ങോട്ട് നോക്കരുത്. ആ, ഒരു ക്ലൂ തരോ? കുറച്ച് പഴയ പാട്ടുകാരിയാണ്. അതിന് കൂടുതൽ ക്ലൂ ഇല്ല. അതെന്തു ക്ലൂവാ? ആഹാ ഇതെന്താണ്? പുതിയതല്ല. എല്ലാവർക്കും അറിയാത്. അതിന്റെ പി ഒരു അക്ഷരം ഫ്രണ്ട് വരുന്നത് അതുകൊണ്ടാണോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പി സുശീല മാത്. Today she's thinking actually you're ആ, വാ, വന്ന് brilliant ബുദ്ധി- ആ. ആയിട്ടുണ്ട്. Suddenly something. അങ്ങനെ അങ്ങനെയൊക്കെ വന്നൂടെ? ആ, എനിക്കറിഞ്ഞൂടാ, ഞാൻ ചോദിക്കുക. പീലി വരുമ്പോ പീലിയില്ല. പീലിയില്ല. ഹാട്രിക് അടിച്ചു. അയ്യോ അടിച്ചു. അസാധ്യം. അയ്യോ അടിച്ചു. Thank you. അങ്ങനെയാണ് Thank you, ഫോർട്രിക്. thank you, thank you. അങ്ങനെയാണ് ഫോർട്രിക്. ആലോചിക്കാം, പറഞ്ഞോ. ഫോർട്രിക്. ആ ശരി. എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത ഒരു വാക്ക്. അയ്യോ എനിക്കറിയാം. അയ്യോ ഇതെനിക്കറിയായിരുന്നു. അയ്യോ ഇതെനിക്കറിയാം, ഞാൻ ചോദിച്ചതാ. എങ്ങനെ എഴുതിയാലും ശരിയാവാത്തൊരു വാക്ക്. തെറ്റ്. അയ്യോ, portrait. അടിച്ചു, അടിച്ചു, അടിച്ചു. അയ്യോ എനിക്ക് ഹാർട്ട് അറ്റാക്ക്. അപ്പാ എന്നാ ഒരെണ്ണം കൂടെ പിടിച്ചു. ഇത് തോറ്റു. മോനെ അക്ഷിത്തെ നീ പോകോ. ഹോഴ്സ് കാർട്ട് എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി. ആ. ഹോഴ്സ് കാർട്ട് അത് തിരിച്ചു മറിച്ച് എങ്ങനെ ഇട്ടാലും ഇംഗ്ലീഷിൽ ഒരു ഒറ്റ വാക്കേ വരത്തുള്ളൂ. ആ വാക്കില്ലെങ്കിൽ ഈ ടോപ്പ് സിംഗർ ഇല്ല. ഏ? ഈ ടോപ്പ് സിംഗർ ഇല്ല, നാളെ ഇല്ല. ഹോഴ്സ് കാർട്ട്. ഹോഴ്സ് കാർട്ടിന്റെ തിരിച്ചു മറിച്ച് എങ്ങനെ ഇട്ടാലും ഒറ്റ വാക്കേ വരത്തുള്ളൂ ഇംഗ്ലീഷിൽ. ഹോഴ്സ് കാർട്ട്. കുതിരവണ്ടി 10, 9. അതൊന്നുമില്ല. അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. പിന്നെ 1.5 മണിക്കൂർ എടുക്കാൻ നോക്കൂ. 7, 6, 5, സ്പീഡ് കൂട്ടാൻ പാടില്ല. 4, സിംഗർ, ടോപ്പ് സിംഗർ, ഗോൾഡൻ ക്രൗൺ, ക്രൗൺ, 3, 2, അയ്യോ 1. ഞാൻ പറയാം. ശരി പറയും. ഓർക്കസ്ട്ര. ഓ ഹോർസ്. ഹോഴ്സ് കാർട്ട് ഒറ്റ വാക്കേ തിരിച്ചു മറിച്ചിട്ടാലും വരുത്തുള്ളൂ. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. ഓർക്കസ്ട്ര എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അതില്ലെങ്കിൽ ടോപ്പ് സിംഗർ ഇല്ല എന്ന് പറയുന്നതാണ് അതിന്റെ ഓ എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. എനിക്ക് സന്തോഷമായി. ഞാൻ സമ്മതിച്ചു. മൈ ഗോഡ്. അതെ, ഇന്ന് ആദ്യമായിട്ട് അറിയാം. യു ആർ അമേസിംഗ് മീനു. താങ്ക് യു താങ്ക് യു സോ മച്ച്. അല്ല നമുക്ക് അടുത്ത പാട്ടിലേക്ക് നമ്മള് വന്ന കാര്യം നടത്തിയില്ല. അപ്പം അടിയൊരു മീനുട്ടി പൂക്കുറ്റി. 4 കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് a triple wow. Thank you, sir. Wow. Thank you, sir. അക്ഷത്തിന്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. പാട്ടും ഡാൻസും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. വേഗം ഡൗൺലോഡ് ചെയ്യുക. അക്ഷത്തിന്റെ QR കോഡ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് പാട്ട് ഇഷ്ടമായ എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. മീനുട്ടിക്ക് ഒരു ഗോൾഡൻ ക്രൗൺ. അപ്പോൾ നിനക്കും താങ്ക് യു. Thank you. സപ്തസ്വര മധുരത്തിന്റെ സർഗവേദിയിലേക്ക് സ്വരവിരുന്നൊരുക്കാൻ തിരുവനന്തപുരത്ത് നിന്നും ആൻ ബെൻസൺ എത്തുന്നു. വെൽക്കം ആൻ ബെൻസൺ. ഹലോ ആൻ. ഹലോ ആൻറ്റി. നല്ല ഉടുപ്പാ? അങ്ങനത്തെ പാട്ടാണോ? അല്ല അല്ല. അല്ല ഇത് വെറുതെ ജസ്റ്റ് ഒരു ഏത് പാട്ടാ? ഞാൻ ഇന്ന് പരസ്പരം എന്ന സിനിമയിലെ നിറങ്ങൾ തൻ നൃത്തം.
എനിക്ക് ആൻ ബെൻസൺ വരുമ്പം ഇപ്പം എപ്പോഴും ചിരി വരും. കാരണം എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ചെവിയിൽ കേൾക്കുന്നത് സുശാന്ത്, മോളെ ബെൻ ജോൺസാ ഇങ്ങോട്ട് വാ, ബെൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉറപ്പിച്ചു. അതുകൊണ്ട് ഇപ്പം ആൻ ബെൻസൺ എന്ന് പറയുമ്പോഴും ഫസ്റ്റ് ബെൻ ജോൺസൺ എന്നാണ് കേൾക്കുന്നത്. എപ്പോഴും റേസ് വിൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ അതെ, ബെൻ അതെ. ജോൺസൺ. അതുകൊണ്ട് അപ്പൊ അതിനൊരു നമ്മുടെ സിംബോളിക് ആനും ആണ്. അങ്ങനെ അതാണ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ? നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ? മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ? വിരഹനൊമ്പരാതിരിൽ പൂവുപോൽ വിടർന്നൊരു നാളം
അസാധ്യമായി പാടി മോളെ. എനിക്കെന്ന് വെച്ചാൽ ഇത് ജാനകിയമ്മ പാടിയ പാട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് എം പി ശ്രീനിവാസൻ സാറിൻ്റെ ആ കൊയർ ഗ്രൂപ്പിൽ ഞാൻ ആ കൊയറിൽ പാടിയ പലരോടും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ എം പി സാറുടെ ഒരു റൂട്ടല്ലേ, അതൊരു വ്യത്യാസമായ ഒരു കമ്പോസിങ് റൂട്ടാണ്. അപ്പോൾ ഈ പാട്ട് ഒരു ജോഗ് രാഗ ബേസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ക്രോമാറ്റിക് ഈ 2 ഗാന്ധാരം വരുന്ന ആ ഒരു രീതിയല്ലേ, അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ മോള് പാടിയപ്പോൾ ആ ക്രോമാറ്റിക്കിൻ്റെ ഒരു ഫീലല്ലേ, അത് അങ്ങനെ യഥാർത്ഥമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. ഇതിൽ ദ ഗ്രേറ്റസ്റ്റ് പോയിന്റ് വാസ് ആൻ്റെ വോയിസിൽ ആനെ പോലെ തന്നെ പാടി. ആൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു അതിൽ. എനിക്കത് ആ ഒരു ഫ്രഷ്നെസ് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ ഹമ്മിങ് അല്ലേ ഇടയ്ക്ക്, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അത് എനിക്ക് ഒരു പ്രാവശ്യം കൂടി കേൾക്കാമോ? ഹായ് ഹായ്. അത് തന്നെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ പാട്ടിനെ അങ്ങനെ ഫുൾ കൈകാര്യം ചെയ്ത് സ്വന്തമാക്കി ഈ പാട്ടിനെ. യു ആർ ആബ്സല്യൂട്ട്ലി അമേസിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. വാനോളം അനുഗ്രഹിക്കട്ടെ ഭഗവാൻ. ഈ പാട്ട് മോൾ ആദ്യമായിട്ട് പാടുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, വേറെ വല്ല പാട്ട് കൊണ്ടുവരാമായിരുന്നു, ഈ പാട്ട് എന്തിനു കൊണ്ടുവന്നു എന്ന്. ഈ പാട്ട് അദ്ദേഹം എന്തുണ്ടാക്കി അത് മോള് പാടിയപ്പം എനിക്ക് തോന്നിയത് ഈ പാട്ട് കൊള്ളാലോ, നല്ല പാട്ടാണല്ലോ, ഇത് ഞാൻ എങ്ങനെ മിസ് ചെയ്തു എന്നുള്ളൊരു സംഭവം. അത് മോളുടെ പാട്ട് കാരണമാണ് അത് വന്നത്. മോളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും വിടാതെ പിടിക്കേണ്ട ഒരു സ്ട്രെങ്ത് ശ്രുതി കയ്യിൽ തന്നെ ഇങ്ങനെ ശ്രുതിയിൽ മുഴങ്ങിയാണ്. ആ ആലാപ്പ് ഞാൻ എഴുതി വെച്ച് തന്നെയാണ് അനുജി പറഞ്ഞത്. യു ആർ വെരി ഗുഡ്. നന്നായിട്ട് പാടി, നല്ല രസമായിരുന്നു. ഇപ്പം ദീപു പറഞ്ഞ പോലെ ഈ പാട്ട് ശരിക്കും 1983 ഇറങ്ങിയതാണ്, പരസ്പരം എന്നുള്ള ചിത്രത്തിൽ. അപ്പോൾ 83 ഞാൻ പാടാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ള അല്ലാതെ അതിനുശേഷം എത്രയോ റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ആരും ഇത് പാടി കേട്ടിട്ടില്ല. പാടിയപ്പം അതിൻ്റെ സുഖം, അതിൻ്റെ ആ എന്താണ് ലാളിത്യവും സുഖവും ആ പാട്ടിനകത്തുണ്ടായിരുന്നു. വീണ്ടും ഈ പാട്ട് എനിക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് ഒരിക്കൽ കൂടി ഓർപ്പിച്ചതിന് താങ്ക് യു. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് പരസ്പരം. എൻ്റെ സഹോദരിക്ക് ഒരു കല്യാണാലോചന ആ കാലഘട്ടത്തിൽ. പയ്യൻ തൃശ്ശൂരാണ്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും കൂടെ തൃശ്ശൂർ പോയി കാണാൻ ഉള്ള ഒരു സാഹചര്യം, എല്ലാവരും ബിസിയാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ നാടകവും അതും ഇതൊക്കെ ഉണ്ട്, പോവാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരൊരു കാസറ്റ് കൊണ്ടുവന്നു. അന്ന് കാസറ്റ് CD അല്ല, പരസ്പരത്തിൻ്റെ കാസറ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് പയ്യൻ ഇതിനകത്ത് ഒരു പ്രധാന റോൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ പയ്യൻ്റെ പേര് E.A. രാജേന്ദ്രൻ. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു കാസറ്റ് കണ്ട് ഒരു പയ്യൻ കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത്. വീഡിയോ കാസറ്റ്. അങ്ങനെ വീട്ടുകാരെല്ലാം കൊണ്ടുവന്നിട്ട് പടം കണ്ടു. എല്ലാവർക്കും പയ്യനെ ഇഷ്ടപ്പെട്ടു. പയ്യൻ സിനിമയിൽ കൊള്ളാം, റിയലായിട്ട് കൊള്ളാവോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അങ്ങനെ ഒരു ചർച്ച വന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡിസ്കഷനൊക്കെ വന്ന അവസാനം കല്യാണം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം അമ്മ അച്ഛനോട് ചോദിച്ചു, എൻ്റെ അച്ഛനോട് ചോദിച്ചു, സിനിമയിലെ കഥാപാത്രം ആയിരിക്കുമോ ജീവിതത്തിൽ? അതൊക്കെ അവളുടെ തലയിലെഴുതും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ കാസറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഇപ്പൊ കീരിക്കാടൻ ജോസൊക്കെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അവസ്ഥ എന്താ? അത് അങ്ങനുണ്ട്. കുണ്ട്ര ജോണി നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടാണ്. കുണ്ട്ര എന്ന് പറഞ്ഞാൽ കൊല്ലത്തിനടുത്താണ്. ഒരു കാലഘട്ടത്തിൽ ജോണിക്ക് കല്യാണ ആലോചന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഒന്നും ശരിയാവുന്നു. അങ്ങനെ 3-4 സ്ഥലത്ത് ലാസ്റ്റ് മൊമെന്റ് ഇവര് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം മിസ്സായ കല്യാണം എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് എന്താണ്? അപ്പോൾ ഞാൻ ചെന്നു, അവർക്ക് വലിയ സന്തോഷമായി. എന്നെ കണ്ടപ്പോഴത്തേക്ക് പെൺകുട്ടിയും വന്ന് ഇഷ്ടപ്പെട്ടു, എല്ലാം ഓക്കെയാണ്. നമ്മൾ പിന്നെന്ത് സംഭവിച്ചു? ഞാനിങ്ങ് പോയിരുന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ വിളിച്ചു പറഞ്ഞു, 1-2 അമ്മാവന്മാർക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് പറയുന്നതിനും ഇതിനിടയ്ക്കും എന്തെങ്കിലും സംഭവിച്ചോ? ഫോൺ വിളിക്കുകയോ എന്തെങ്കിലും? ഇല്ല. എൻ്റെ പിറ്റേ ദിവസം ഞാൻ അഭിനയിച്ച 4-5 പടത്തിൻ്റെ
കാസറ്റ് കൊടുത്ത് വിട്ടു. പുള്ളിയെല്ലാം വില്ലനാ, കംപ്ലീറ്റ് അടി പിടി ശണ്ട ബലാത്സംഗമൊക്കെയാണ്. അപ്പോ ഇവര് നോക്കിയിട്ട് അയ്യോ ഇങ്ങനെയാളാണോ, പടം കണ്ടിട്ട് കല്യാണം മുടങ്ങാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, കാസറ്റ് കൊടുക്കാതിരി പറഞ്ഞു. അങ്ങനെ കൊടുക്കാതിരുന്ന് കല്യാണം നടന്ന് ഇപ്പോഴും വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. അപ്പോൾ ഈ കല്യാണവും നടന്ന് ഇപ്പോഴും ഗംഭീരമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ സംഗീത മത്സരമായതുകൊണ്ട് വേറൊരു കല്യാണത്തിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ഒരു ദിവസം ഞാൻ വന്ന് കൊല്ലത്തുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയും, നമസ്കാരം, ഞാൻ ഇവിടെ ആശ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ചോദിച്ചു എന്താണ്? അതായത് എൻ്റെ കസിൻ സിസ്റ്ററിനെ നിങ്ങളുടെ ഒരാൾ കല്യാണം ആലോചിച്ചു, ഒരുമാതിരി ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആരാണ്? അല്ല, സിനിമയിലുള്ള ആളാണ്. അപ്പം ഞങ്ങൾക്ക് വേറെ ആരെയും സിനിമയിൽ പരിചയമില്ല, മുകേഷിനെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ ആ പയ്യൻ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു ആരാണ് പയ്യൻ? പയ്യൻ മണിയമ്പിള്ള രാജു. ആളുടെ സ്വഭാവം എങ്ങനെയുണ്ട്? അവൾ നല്ല സ്വഭാവം തന്നെ, നല്ല സ്വഭാവമാണ്. അതെന്താ? ഞാൻ പറഞ്ഞല്ല, നല്ല സ്വഭാവമാണ്. ആ, ഒരു പെണ്ണിന്റെ ഭാവിയാണ്, മുകേഷിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ഉറപ്പിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷിക്കണം, എൻ്റെ അടുത്ത് അന്വേഷിക്കും, എനിക്ക് അഭിപ്രായം കൊടുക്കും. അവസാനം പോവാൻ നേരത്ത് പുള്ളി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് കാണുമല്ലോ. ഞാൻ പറഞ്ഞു അതെന്തൊരു പറച്ചില്, നിങ്ങൾ കല്യാണം ആലോചിക്കുമ്പോൾ എല്ലാവരും ചോദിക്കണം, എനിക്ക് പയ്യനെ പറ്റി നല്ല അഭിപ്രായം. പിന്നെ ഞാൻ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മണിയമ്പിള്ളയുടെ പുറകെ നടക്കുക, ഡേ നീ ക്ലിയർ ആയിരിക്കണേ, എനിക്ക് കൊല്ലത്ത് ജീവിക്കാൻ ഒക്കത്തില്ല, കാര്യം നിന്റെ വാക്കിലാണ് അവര് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാൻ ക്ലിയർ ആയിരിക്കാം. ഇപ്പൊ ഏതാണ്ട് 10-40 കൊല്ലമായി വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. നേടിയെടുത്തത് വേറൊന്നുമല്ല, ഗോൾഡൻ ക്രൗൺ. Audio MBS Pukuti. Thank you. Congratulations, you are awarded a golden crown. ക്രിസ്മസ് പാപ്പ എന്റെ കേക്ക് എവിടെ? അതെ, Jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Bells on bobtails ring, making spirits bright. What fun it is to ride and sing and sleigh songs. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. To the snow, oh, the winds we go, laughing on the way. Hey, jingle bells, all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey, jingle bells, all the way. Oh, what fun it is to ride in a one-horse open sleigh. ഇത്രയും കളിച്ചിട്ട് പിന്നെ ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നത് എന്താ ഇത്? അതെ, എന്തെങ്കിലും ഉണ്ടോ ഉള്ളില്? അല്ല, സത്യത്തിലുണ്ടോ അത്?
ആൻകുട്ടിയുടെ പാട്ടൊക്കെ കേട്ടു, ഗ്രേഡ് കേട്ടു, എല്ലാവർക്കും സന്തോഷമായി. ഇനി ഇപ്പോൾ വോട്ടിങ്ങിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ നമ്മുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി ആൻഡ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് എല്ലാവരും വോട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഇലവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. ഇലവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. പ്രേക്ഷകർക്ക് ഇതാ ഒരു സുവർണ അവസരം. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myg.in നിന്നും 5000 മുതൽ 10000 രൂപ വരെയുള്ള ഏത് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോഴും 24 മൈജി എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടാം ഒരു ഹെഡ്ഫോൺ സൗജന്യമായി. അനുചേച്ചി, നമ്മൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നിറങ്ങൾ തന്നൃത്തം മൊഴിഞ്ഞൊരി മണ്ണിൽ കൊല്ലം കോട്ടു തൂക്കം നേർന്ന കുഞ്ഞാറ്റെങ്കിളേ സരി മേരി രാജേശ്വരി, സരി മേരി രാജേശ്വരി. ഒരു പുതിയതായിട്ട് MP ശ്രീനിവാസൻ സാറുടെ പാട്ട് പാടി നമ്മൾ എല്ലാവരെയും അങ്ങനെ കയ്യിലെടുത്ത് ആൻ ബെൻസൺ. വെൽക്കം ആൻ ബെൻസൺ. നിറങ്ങൾ തന്നൃത്തം മൊഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ ആൻഡ് GRB നൽകുന്ന ഒരു സമ്മാനം. ജനിക്കുമോ മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ. ഇനി നമ്മുടെ ആൻകുട്ടീന്റെ മനോഹരമായ ഗാനം പ്രേക്ഷകർക്കായി. ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കായി ഇതാ ഒരു സുവർണ അവസരം. നിങ്ങളുടെ ഫേവറേറ്റ് ഗാഡ്ജറ്റ് സ്വന്തമാക്കാൻ ഇതാ ഞാനൊരു ബെസ്റ്റ് ഓപ്ഷൻ പറഞ്ഞുതരാം. മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.myg.in വമ്പിച്ച വിലക്കുറവും ഓഫറുകളും ഡിസ്കൗണ്ടുകളുമായി ക്രിസ്മസ് ന്യൂ ഇയർ സെയിൽ ആരംഭിച്ചിരിക്കുന്നു. അതുമാത്രമല്ല www.myg.in നിന്നും മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ
ഓരോ 10,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം 1000 രൂപ ക്യാഷ് ബാക്ക്. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കൂടാതെ ലാപ്ടോപ്പ്, TV, AC, സ്മാർട്ട് വാച്ച്, ടാബ് എന്നിവ വാങ്ങുമ്പോൾ വമ്പിച്ച ഓഫറുകൾ വേറെയും. മൈജിയുടെ കേരളത്തിലുള്ള എല്ലാ ഷോറൂമുകളിലും നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ആണ്. നിങ്ങൾ ബുക്ക് ചെയ്ത ഗാഡ്ജറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മൈജി എക്സ്പ്രസ് ഹോം ഡെലിവറി സൗകര്യവും മികച്ച സർവീസ് സപ്പോർട്ടും മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ www.mygi.in നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി ക്രിസ്മസും ന്യൂ ഇയറും മൈജിയോടൊപ്പം അടിച്ചു പൊളിക്കാം. മൈജി, കേരളസ് കംപ്ലീറ്റ് ഓൺലൈൻ ഗാഡ്ജറ്റ് സ്റ്റോർ. അപ്പൊ ഇന്ന് നമ്മൾ കുറേ പെർഫോമൻസും കുറേ നല്ല നല്ല പാട്ടുകളും തമാശയും ഒക്കെ കേട്ടു. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ.